ഹായ് ഗൈസ്, ഞാൻ അമലാണ്. എടാ ഞാനിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ വീഡിയോ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് ഇത് പ്രൂവ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇത് റീലാണോ അല്ലെങ്കിൽ ഫേക്കാണോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് എന്തോ അങ്ങനെ ഒരു തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇങ്ങനെ നടക്കണ വീഡിയോ ഒന്നും അങ്ങനെ ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ല. എടാ ഇത് കേരളമല്ലേ. ഈ കേരളത്തിലിപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ലൈവായിട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ ഓക്കെ. ക്യാഷ് ഇല്ലാത്തപ്പോൾ നമ്മൾ അങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ വേറൊരു ഭാഗം കൂടി നമ്മൾ ചിന്തിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പോലീസ് കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതാവും. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലെ ആൾക്കാരൊക്കെ കുറച്ചറിയാലോ. ഒരു വിഭാഗക്കാർ നല്ല ആൾക്കാരുണ്ടാവും, ഒരു വിഭാഗക്കാർ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇവനെന്ത് പൊട്ടനാണ്, ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ട് ഈ വെയിലത്തൂർ അടക്കാൻ എന്ത് പൊട്ടനാണ്, മണ്ണാണ്, കോമാളിയാണ്, അങ്ങനെ നെഗറ്റീവ് പറയാൻ കുറേ വിഭാഗക്കാർ. പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളൊരു ആൺകൊച്ച് ഒരു ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഒരു പാതിരാത്രി ഇറങ്ങി നടക്കുകയാണെങ്കിൽ അത് പെണ്ണെന്ന് പറഞ്ഞ ടീംസ് വരെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പെണ്ണ് ഇപ്പോൾ പാൻറ്റ് ഷർട്ട് ഇട്ട് രാത്രി ഇറങ്ങി നടക്കുകയാണെങ്കിൽ അതാണെന്ന് പറഞ്ഞ കുറേ ടീംസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടമാണ്. അതാണ് ഞാൻ പിന്നെ അങ്ങനെ ഈ നടക്കണ വീഡിയോസൊന്നും അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ ലൈവായിട്ട് വീഡിയോ ഇടാത്തത്. പിന്നെ നമ്മളൊരു 10 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നടന്നാൽ തന്നെ ഈ പൊരുവയിലത്തൂടെ നടക്കുമ്പോൾ തന്നെ നമ്മൾ ടയർഡായി മടുത്തു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും കിലോമീറ്ററോളം നടക്കുമ്പോൾ നമ്മുടെ ആ അവസ്ഥ ആലോചിച്ച് നോക്കി. നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാത്തതാണ്, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്യുക, അത് അവിടെ എത്തണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. എടാ ഞാനിപ്പോൾ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസം ഇവിടെ ഒരു മാസത്തോളം ഇവിടെ നിൽക്കണം എന്നാണ് എനിക്കിപ്പോൾ പ്ലാനിങ്. ക്യാഷില്ല, കുറച്ച് ക്യാഷൊക്കെ സേവ് ചെയ്തിട്ട് പോകാനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കുറേ കടകളിങ്ങനെ ചോദിച്ചു പോയി. അപ്പോൾ ഒരു കടയിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ പോയപ്പോൾ അവിടെ ഒരു ചേട്ടൻ, അപ്പോൾ ആ ചേട്ടൻ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന പുള്ളിയുടെ ചിക്കൻ പീസ് എടുത്ത് കഴിച്ച്. എന്താ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. കാരണം വെച്ചാൽ പുള്ളിക്ക് ചിലപ്പോൾ ഭക്ഷണം ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ലായിരിക്കും പുള്ളി. എന്നിട്ട് പുള്ളീനെ എന്താ പറയുക, പ്രാന്തനാണ്, വട്ടനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളീനെ അടിക്കാൻ ചെല്ലുവാണ് കുറേ പേര്. അടിച്ചില്ല, പുള്ളി അടി കൊള്ളണേക്കാളും വായത്തിന് ഇറങ്ങി ഓടി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അടി കിട്ടിയെന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മേടിച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതിൽ പൈസ ഇല്ല, എന്നാൽ പോലും മേടിച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ഭയങ്കര സങ്കടമായി. കാരണം വെച്ചാൽ ഒന്ന് ആലോചിക്കണം. ഇപ്പോൾ ആ ആൾക്കാർക്ക് ഓടിയിട്ട് പുള്ളിനെ കിട്ടുമായിരുന്നു, ചിലപ്പോൾ ആൾക്കാരെ കൂടി തല്ലുമായിരുന്നു. തല്ലി എന്തെങ്കിലും പറ്റി നമ്മുടെ ഇവിടത്തേക്കോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് പുള്ളി സ്പോട്ടിന് ചാവോ എന്തെങ്കിലും ചെയ്താലോ, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെ ചത്ത് കഴിഞ്ഞാൽ കുറേ യുവാക്കാർ പിന്നെയും വരും. ഹോട്ടലുകാരാണേലും അവൻ എൻ്റെ കടയിൽ കയറുമായിരുന്നെങ്കിൽ ഞാൻ അവന് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്തേനെ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവൻ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും അവന് ഞാൻ ഫ്രീ ആയിട്ട് ക്യാഷ് കൊടുത്തേനെ. അങ്ങനെ കുറേ പേര് വരും. ചില യുവാക്കാർ വരും, അവനെ ഒന്നുമില്ലാത്ത ആളായതുകൊണ്ട് അവന് ഞാൻ വീട് വെച്ച് കൊടുക്കാം. അങ്ങനെ കുറേ ആൾക്കാർ വരും. എടാ എൻ്റെ പൊന്നണാവി, അതൊക്കെ കാണിക്കണം എന്താണ്? 4 ആളുടെ മുന്നിൽ അറിയാം, അല്ലെങ്കിൽ പബ്ലിസിറ്റി ഇടാൻ വേണ്ടിയാണ് ഈ കാണിച്ചു കൊടുക്കണൊക്കെ. നമ്മളെന്തെങ്കിലും കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇല്ലാത്തവനും കൊടുക്കണം. അല്ലാണ്ട് ചത്തതിന് ശേഷമാണോ കൊടുക്കേണ്ടത്? ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്ക്, അല്ലാണ്ട് ചത്തതിന് ശേഷം കൊടുത്തിട്ട് എന്തിട്ട് കാണിക്കാനാണ്? നമ്മളിപ്പോൾ ജനിച്ച ഒരു നാൾ മരണം എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ചത്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കണ ഒന്നും നമ്മൾ കൊണ്ടുപോകണമില്ല. അപ്പോൾ ഇല്ലാത്തവന് കൊടുക്കണതല്ല ഏറ്റവും നല്ലത്. അത്രയും പുണ്യമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എന്താ പറയുക, നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളാണ് എൻ്റെ ബലം, എൻ്റെ കോൺഫിഡൻസ്. ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം.